വികസനത്തിനെതിരെ തീവ്രവാദം പോലെ വികസനത്തിനു വേണ്ടിയുള്ള തീവ്രവാദവും ഉണ്ടെന്നാണ് വൈപ്പിൻ സമരക്കാരുടെ നിലപാട്. സമരത്തിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയെന്ന് പോലീസ് പറയുമ്പോൾ ഇക്കാര്യത്തിലെ തീവ്രവാദി മുഖ്യമന്ത്രി പിണറായിയാണെന്ന് സമരക്കാരും പറയുന്നു. വികസന പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന ഉറച്ച നിലപാടുള്ള വികസന തീവ്രവാദി. അങ്ങനെയെങ്കിലും വികസന വിരോധികൾ എന്ന വിളിപ്പേര് മായ്ച്ചു കളയാനാണ് ശ്രമം. IOC പ്ലാന്റ് നിർമ്മാണം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചെങ്കിലും പോലീസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പുതുവൈപ്പുകാർ ഇന്നും രംഗത്തിറങ്ങി. കോളനിക്ക് ചുറ്റും കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ കമ്പനിയുടെ വകയാണ്. പക്ഷേ കോളനിയിരിക്കുന്ന ഈ സ്ഥലം കൂടെ കിട്ടാതെ നമുക്കവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പറ്റില്ല. ഇത് വിട്ടുതരാൻ അതിന്റെ ഉടമസ്ഥൻ മൂസസെട്ട് തയ്യാറുമാണ്. പ്രശ്നം അവിടുത്തെ താമസക്കാരാണ്. അവരവിടെ ഒഴിഞ്ഞു തരില്ല. 100ഓളം കുടുംബങ്ങളാണ് അവിടെ തിങ്ങി താമസിക്കുന്നത്. എന്ത് ചെയ്തിട്ടും ഒഴിഞ്ഞുപോകാൻ കൂട്ടാക്കാത്ത പ്രശ്നക്കാരായ 100ഓളം കുടുംബങ്ങൾ. ഭൂരിഭാഗവും വാടകക്കാരാണ്. പിന്നെ കയ്യേറ്റക്കാരായ കുറെ ഗുണ്ടകളും. ഇവരെയൊക്കെ ഒഴിപ്പിച്ച് അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് ഒരു നിസ്സാര കാര്യമല്ല. വികസന പദ്ധതികളുടെ കാര്യത്തിൽ സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ തീവ്രവാദി പിണറായി വിജയനാണെന്ന് ഞാൻ പറയും. എന്താ കാരണം? എന്ത് നിയമം ലംഘിച്ചാലും പ്ലാന്റ് അവിടെ തന്നെ നിർമ്മിക്കുമെന്ന് പറയുന്നുവെങ്കിൽ അതിലും വലിയ തീവ്രവാദി ആരാ രാജ്യത്തുള്ളത്? ഇവനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലാണ്ടല്ല. എന്താ മാഷെ, നിങ്ങളെപ്പോലെ വിവരമുള്ള ആൾ ഇങ്ങനെ സംസാരിക്കുക? ഇത് എന്നോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ, അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലോ? ജനങ്ങളിൽ ആശങ്ക ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ആ ആശങ്ക ഗൗരവമായി തന്നെ സർക്കാർ കാണുന്നുണ്ട്. എന്നുവെച്ച് പദ്ധതി സാധാരണ നിലയിൽ ഉപേക്ഷിക്കാൻ കഴിയുന്നതല്ല. ആ പദ്ധതികൾ നടപ്പാക്കുക എന്നതിലാണ് സർക്കാർ ഊന്നി നിൽക്കുന്നത്. ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ സ്ഥലത്ത് പണി തുടങ്ങണം. മണ്ണ് നിരപ്പാക്കി പൈലിംഗ് ആരംഭിക്കണം. പൈലിംഗ് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുങ്ങുന്ന തരത്തിലുള്ള പൈലിംഗ്. ഭൂമിയിൽ ഇടിക്കുന്ന ഓരോ ഇടിക്കും ആ കോളനി വിറയ്ക്കണം. കോളനിക്കാർ നടുങ്ങണം. അങ്ങനെ അവർ ഒഴിഞ്ഞു പോകാമെന്ന് സമ്മതിക്കുന്നത് വരെ നമ്മൾ പൈലിംഗ് തുടരണം. ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലേറിയ മുഖ്യമന്ത്രി പറയുന്നു, ഹൈക്കോടതി പറഞ്ഞാലും ഗ്രീൻ ട്രിബ്യൂണൽ പറഞ്ഞാലും പദ്ധതിയിൽ നിന്ന് പിന്മാറില്ല. അങ്ങനെ പറയാമോ ഒരു മുഖ്യമന്ത്രി? അത്തരം പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഏതെങ്കിലും കൂട്ടർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് അവഗണിക്കുക എന്നത് സർക്കാരിൻ്റെ സമീപനമല്ല. അത്തരം പ്രശ്നങ്ങൾ ഗൗരവത്തിലെടുക്കുകയും ആവശ്യമായ പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കേരളത്തിൽ ഒരു തീവ്രവാദി ഉണ്ടെങ്കിൽ അത് വികസന തീവ്രവാദിയായ പിണറായി വിജയനും പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ സെൻകുമാർ മുതൽ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകളാണ്. അതുകൊണ്ട് അവരെ കേരളം സൂക്ഷിക്കണം. അവരെയാണ് കേരളം സൂക്ഷിക്കേണ്ടത്, ഈ പാവപ്പെട്ട ജനങ്ങളെയല്ല. ഇത് ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ റോഡ്, ഞങ്ങളുടെ പൂവരമ്പ്. അതിൽ എങ്ങനെ 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 പോണം എന്ന് ഞങ്ങൾക്കറിയാം. പുതുവൈപ്പിനിലെ പോലീസ് നടപടിയെക്കുറിച്ച് കമാന്നൊരക്ഷരം പിണറായി ഇതുവരെ മിണ്ടിയിട്ടില്ല. വാർത്താ സമ്മേളനത്തിലെ ചോദ്യം ബോധപൂർവം മുഖ്യമന്ത്രി ഒഴിവാക്കുകയും ചെയ്തു. അല്ല, ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളെടുത്ത് ഈ രാവിലത്തെ ചർച്ചയുടെ വിവരങ്ങളാണ്. അത് നിങ്ങളെ രാവിലെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ,
3 മണിക്കുള്ളൊരു പരിപാടി മാറ്റി വെച്ചാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് ആ പരിപാടിക്ക് എനിക്ക് പോകേണ്ടതുകൊണ്ട് മറ്റു കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ സമയം ചെലവിടാൻ നേരമില്ല. നമുക്ക് പിന്നെയും കാണാമല്ലോ, അന്നേരം പറയാം. ശരി. മേക്ക് ഇൻ ഇന്ത്യ എന്ന് മോദി പറഞ്ഞു. നാട്ടിൽ കള്ളനോട്ടടിച്ച് യുവമോർച്ച നേതാവ്. ഇടവേളയ്ക്ക് ശേഷം. അളിയില്ലേ ടെറസിന്റെ വെള്ളി ചെടി നനയ്ക്കുന്ന പരിപാടി ഉണ്ടായില്ലേ? എന്ത് ചെടിയാന്നറിയോ? ഇല്ല. കഞ്ചാവാരി. പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ആകൃഷ്ടനായ യുവമോർച്ച നേതാവ് അത് ശരിക്കും നടപ്പാക്കി. കള്ളനോട്ടച്ചടി കുടിൽ വ്യവസായമാക്കി. പുതിയ 2000-ന്റെയും 500-ന്റെയും കള്ളനോട്ടുകൾ കൊടുങ്ങല്ലൂരെ BJP നേതാവ് രാകേഷ് ഷേരാച്ചേരി അച്ചടിച്ചത് നോട്ടടിക്കുന്ന റിസർവ് ബാങ്കിനെ സഹായിക്കാനായിരിക്കണം. കള്ളപ്പണ മുന്നണികൾക്കെതിരെ BJP നടത്തിയ പ്രചാരണ യാത്രയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണമൊരുക്കിയവരിൽ പ്രധാനിയായിരുന്ന രാകേഷ് നോട്ട് നിരോധനത്തെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന ഒരു ദേശസ്നേഹി കൂടിയായിരുന്നു. എന്താടാ നിങ്ങവിടെ ഉണ്ടായിരുന്നോ? നിങ്ങള് കാണേണ്ടത് എന്റെ പൊന്നു മുത്ത കാണാനാ. ഒരു സസ്പെൻസ് ത്രില്ലറാണ്. നന്നായിട്ട് പഠിക്കണേ. ഒയ്ക്കോ, ഇനി വരണ കാര്യം സംശയോ? പ്രശ്നമൊന്നുമില്ല, നമുക്ക് നോക്കാം. അളിയില്ലേ ടെറസിന്റെ വെള്ളി ചെടി നനയ്ക്കുന്ന പരിപാടി ഉണ്ടായില്ലേ? എന്ത് ചെടിയാന്നറിയോ? ഇല്ല. കഞ്ചാവാരി. വല്ല കൈമടക്കം കൊടുത്ത് ഊരി പോരാൻ നോക്ക്. കൈക്കൂലിയൊക്കെ തെറ്റല്ലേ ഏട്ടാ? ആക്രി പറക്കുന്നവർക്ക് വരെ യൂണിയൻ ഉണ്ടാക്കി CITUവിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതിനാൽ ഇനി യൂണിയൻ ഉണ്ടാക്കാൻ പുതിയ പുതിയ മേഖലകൾ തേടുകയാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ. നല്ലൊരു ഫുട്ബോൾ താരവും സ്പോർട്സ് പ്രേമിയും കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെയും CITUവിൻ്റെയും ജില്ലാ നേതാവുമായ V. ശിവൻകുട്ടി പുതിയ ട്രേഡ് യൂണിയന് രൂപം നൽകിയിരിക്കുന്നത് കായിക മേഖലയിലാണ്. സ്പോർട്സ് കൗൺസിൽ ജീവനക്കാർക്കും കോച്ചുകൾക്കും എന്തിന് കായിക താരങ്ങൾക്ക് വരെ ഈ പുതിയ യൂണിയനിൽ ചേരാം. ഇതാണ് ട്രേഡ് യൂണിയൻ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഇനി അടിക്കല്ലേ, ബോധം വീഴുമ്പോ ഞാൻ എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് പൊക്കോളാം. നിങ്ങൾ പൊക്കോ. സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും കായിക രംഗത്ത് എന്തെങ്കിലും ഒരു ആധികാരികമായ അഭിപ്രായം പറയാനും പിന്നെ ഗവൺമെൻറ്റിനെ സഹായിക്കാനും സ്പോർട്സ് കൗൺസിലിനെ അഡ്വൈസ് ചെയ്യാനും ഒക്കെ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇക്കാര്യത്തിൽ. എന്റെ അമ്മയെ നാട്ടിച്ച് എങ്ങനെയായിരുന്നാലും ഒരു തരത്തിലും അതിലൊരു പിന്നെ അന്ധമായ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ ഫാക്ടറികളിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തന ശൈലിയിലായിരിക്കില്ലല്ലോ ഇവിടുത്തെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്. ഇതൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഔദ്യോഗിക പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30 കാണാം. നന്ദി, നമസ്കാരം.